നമസ്കാരം. പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നിരവധി വാർത്തകളുള്ള ഒരു വാർത്താ ദിനത്തിലേക്ക് കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നത് കഴിഞ്ഞ ദിവസമാണ് മഹാരാജാസ് കോളേജിൽ സംഘർഷമുണ്ടായത്. തുടർന്ന് കോളേജ് അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നിപ്പോൾ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം ചേരുന്നുണ്ട്. ജില്ലാ കളക്ടർ യോഗത്തിൽ പങ്കെടുക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത് ഈ വയനാട്ടിൽ ആന ഇറങ്ങുന്നത് നമ്മൾ കണ്ടു, കടുവയും പുലിയും ഒക്കെ ഇറങ്ങുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ അവിടുത്തെ ഉള്ള ആളുകളെയൊക്കെ ആശങ്കയിൽ ആഴ്ത്തിക്കൊണ്ട് കരടി കൂടി നാട്ടിലിറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇതൊക്കെ നമുക്ക് വിശദമായി തന്നെ നോക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി പറയാനുള്ളത് കഴിഞ്ഞ ദിവസമാണ് അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠ നടന്നത്. അതിനുശേഷം ഇന്നു മുതൽ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ദർശനം അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ വാർത്തകൾ നിരവധിയാണ്. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ മഹാരാജാസുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. സംഘർഷത്തെ തുടർന്നടച്ച എറണാകുളം മഹാരാജാസ് കോളേജിൽ ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം ചേരും. ജില്ലാ കളക്ടർ പങ്കെടുക്കുന്ന യോഗത്തിൽ കോളേജ് തുറക്കുന്നതിൽ തീരുമാനമുണ്ടായേക്കാം. രക്ഷിതാക്കളെ കൂടി ഉൾപ്പെടുത്തി കോളേജിൽ വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. എന്തായാലും മഹാരാജാസ് കോളേജിൽ ഇങ്ങനെ അടുത്തിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. അധ്യാപകരെ അവഹേളിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇങ്ങനെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ എന്താണ് സംഭവിച്ചതടക്കം നമ്മൾ കണ്ടത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്കാണ് മഹാരാജാസ് കോളേജ് കടന്നത്. അതിൽ നിരവധി അറസ്റ്റ് ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഡാനി ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഡാനി, ഇന്നിപ്പോൾ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം ചേരുകയാണ്. ജില്ലാ കളക്ടർ പങ്കെടുക്കുന്നുണ്ട്. എന്ത് പ്രതീക്ഷിക്കണം? രഞ്ജിനെ, മഹാരാജാസ് കോളേജ് തുറക്കുന്നത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. പക്ഷേ അവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷം നിലനിർത്തുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അതിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം, വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള ഒരു സംഘടനം ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഇക്കാര്യം സാധ്യമാകൂ എന്ന് എല്ലാവർക്കും തന്നെ അറിയാം. ഈ ഒരു കാര്യങ്ങൾ കൂടുതലായിട്ട് തന്നെ വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കാരണം വളരെ ചെറിയ കാര്യങ്ങൾക്ക്, വളരെ നിസ്സാര കാര്യങ്ങൾക്ക് സംഘർഷം വലുതാകുന്നൊരവസ്ഥയിലേക്ക് അടക്കം പോവുകയാണ് പലപ്പോഴും തന്നെ ഉണ്ടാവുക. അത് ചിലപ്പോൾ സംഘർഷമുണ്ടാകുന്ന കാര്യങ്ങൾ വളരെ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി പിന്നീട് അതീവ ഗുരുതരമാകുന്നൊരു സ്ഥിതിയിലേക്ക് തന്നെയാണ് ഏതു സമയവും മഹാരാജാസിൽ കാണുന്നത്. നമുക്കറിയാം 10ഓളം കേസുകളാണ് ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ ഈ കോളേജ് ക്യാമ്പസുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത്. അതെല്ലാം തന്നെ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള വിഷയങ്ങളെ കുറിച്ചാണ്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നാളിതുവരെയും അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ ഇതുവരെയും അവസാനിച്ചിട്ടുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് അവിടെ വിഷയങ്ങൾ ഉണ്ടാകുന്നു എന്നത് സംബന്ധിച്ച് എല്ലാവർക്കും വളരെ വ്യക്തമായ ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, യൂണിയൻ നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിലൂടെ മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയൂ എന്നുള്ളത് ബോധ്യമായിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ അധ്യാപകർക്കടക്കം കഴിയേണ്ടതുണ്ട്. കൃത്യമായ നടപടികൾ പക്ഷപാതമില്ലാതെ തന്നെ നടപ്പാക്കിയാൽ മാത്രമേ മഹാരാജാസ് കോളേജിനകത്ത് സമാധാന അന്തരീക്ഷം തുടർന്നു കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുമുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായിരുന്നു. ഇന്ന് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുടെ പ്രതിനിധികളുമായിട്ടടക്കം ചർച്ച നടത്തുന്നു. അതോടൊപ്പം തന്നെയാണ് 24-ാം തീയതിയും ഈ സമാനമായ രീതിയിൽ തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നൊരു രക്ഷിതാക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വർക്കിംഗ് കമ്മിറ്റിക്ക് രൂപം നൽകാൻ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ, ഈ വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടാകുന്ന നടപടികൾ, തുടർച്ചയായ കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഇവർക്ക് കൂടി ഉൾപ്പെടുന്ന വർക്കിംഗ് കമ്മിറ്റി ഗ്രൂപ്പിൽ കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഒപ്പം തന്നെ
ID കാർഡ് സംബന്ധിയായ കാര്യങ്ങൾ പലപ്പോഴും മഹാരാജാസ് കോളേജിൽ പല വിദ്യാർത്ഥികൾ പുറമേ നിന്നുള്ളവരുണ്ട്, പഠിച്ചു പോയവരുണ്ട്, ഒരുപക്ഷെ വളരെ കാലമായി പഠിച്ചു പോയവരും പിന്നീട് പലപ്പോഴും ക്യാമ്പസിൽ നിത്യ സന്ദർശകരാകുന്നു എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ID കാർഡ് അടക്കമുള്ള സംവിധാനങ്ങൾ വളരെ കർശനമായി നടപ്പാക്കുക. വൈകിട്ട് 6 മണിക്ക് ശേഷം ആരെയും തന്നെ അവിടെ പ്രവേശിപ്പിക്കാതിരിക്കുക. അങ്ങനെ തുടരണമെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പലിന്റെ അനുമതിയോടക്കം മാത്രമേ സാധ്യം. അങ്ങനെ ഒരു കർശന നിയന്ത്രണത്തിലേക്ക് മഹാരാജാസിനെ കൊണ്ടുവരിക, അത് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി ആലോചിച്ച് നടപ്പാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. അതിന് തുടർ ചർച്ചകൾ. അതാണ് അവിടുത്തെ സാഹചര്യം. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. അങ്ങനെ ഒരു കർശന നിയന്ത്രണത്തിലേക്ക് മഹാരാജാസിനെ കൊണ്ടു. അതിൽ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗമടക്കം ഇന്ന് കോളേജിൽ നടക്കുന്നു. കളക്ടർ അതിൽ പങ്കെടുക്കുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ അയോധ്യയിലേക്കാണ് പോകുന്നത്. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ ഇന്ന് മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ട്. രഞ്ജിത്ത് അയോധ്യയിൽ നിന്നും ചേരുന്നുണ്ട്. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? പൊതുജനങ്ങൾക്ക് പ്രവേശനം ഇന്ന് മുതൽ അനുവദിക്കുന്നു. ആളുകൾ നിരവധിയായി എത്രയോ ദിവസം മുമ്പ് തന്നെ അവിടേക്ക് എത്തിയതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? രഞ്ജിനി, സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടിയ തണുപ്പാണ്. ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഒരു ആശ്വാസം തന്നിരുന്ന കാലാവസ്ഥ ഇന്ന് കൂടുതൽ ശക്തമായിരിക്കുന്ന തണുപ്പ് എന്നുള്ളതാണ്. കാരണം വലിയ മഞ്ഞുവീഴ്ച, രാവിലെ മുതൽ തന്നെ വലിയ മഞ്ഞുവീഴ്ചയും മൂടൽ മഞ്ഞുമുണ്ട്. നമുക്കറിയാം, രഞ്ജിനി പറഞ്ഞതുപോലെ ഇന്ന് അയോധ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഇന്ന് 23 മുതലാണ് പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം. ദൃശ്യങ്ങളിൽ കാണാം, വലിയ ജനക്കൂട്ടമാണ്. വലിയ ജനക്കൂട്ടം എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാവുന്നതിനൊക്കെ അപ്പുറമുള്ള വലിയ പരമാവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ ഇവിടെ ഈ രാവിലെ 6 മണിക്ക് ക്ഷേത്രം തുറക്കാനായി തമ്പടിച്ചിരുന്ന 10,000-കണക്കിന് ജനങ്ങളുണ്ട്. അവരൊക്കെ രാവിലെ മുതൽ തന്നെ അവിടെ ക്യൂ ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ ഒരു നാട്ടിലൊരു കണക്ക് വെച്ച് നോക്കിയാൽ ഒരു 1.5 കിലോമീറ്റർ ദൂരമുള്ള ക്യൂ ഒക്കെ രൂപപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഈ പുതിയ രാമക്ഷേത്രം കാണാൻ, പുതിയ രാമലീലയുടെ പ്രതിഷ്ഠ കാണാൻ കാത്തിരുന്ന ആൾക്കാർക്കൊക്കെയുള്ള ഒരു അവസരം അവരത് പരമാവധി ഉപയോഗിക്കുകയാണ്. ആ ദിവസം തന്നെ അവരിങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി വരും ദിവസങ്ങളിലും സമാനമായി തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള തിരക്ക് പ്രതീക്ഷിക്കുന്നത്. ക്ഷേത്ര ട്രസ്റ്റിനൊക്കെ അതുമായി ബന്ധപ്പെട്ടൊരു കണക്കുണ്ട്. അവർ പറയുന്നത് 1 ലക്ഷത്തോളം ഭക്തരെ ഒരു ദിവസം പ്രതീക്ഷിക്കുന്നു. ഈ 1 ലക്ഷം ഭക്തരെ ഉൾക്കൊള്ളിക്കാനുള്ള, അവർക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ക്ഷേത്രത്തിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ ആ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്തിരുന്നു. ആദ്യമായി നമ്മൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. കാരണം അത്ര മനോഹരമായി വലിയ സംവിധാനങ്ങളോടുകൂടി 72 ഏക്കറിൽ ഉണ്ടാക്കിയിരിക്കുന്ന 72 ഏക്കറിൽ 2.5 ഏക്കറാണ് ക്ഷേത്രത്തിന്റെ മാത്രം സ്ഥലമെന്ന് മനസ്സിലാക്കണം. ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് 72 ഏക്കറിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്ഷേത്ര നിർമ്മിതിയാണ്. ഇതിലേതാണ്ട് 11 ഗേറ്റുകളുണ്ട്. 11 ഗേറ്റുകളിലൂടെ പ്രവേശനമുണ്ട്. അത് ഓരോന്നിനും ഓരോ കാറ്റഗറി ഉണ്ട്. VIP ഗേറ്റുകളടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും ഓരോ കാറ്റഗറി ഉണ്ട്. ഈ 11 ഗേറ്റുകളിലൂടെയും ഇതിലേതാണ്ട് 8 ഗേറ്റുകളിലൂടെയും പ്രവേശനമുണ്ട്. 8 ഗേറ്റുകളിലും സമാനമായ സ്ഥിതിയാണ് എന്ന് പറയുമ്പോൾ ആലോചിക്കണം എത്ര ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ഇങ്ങോട്ടേക്ക് വന്നു പോകുന്നത് എന്നുള്ളത്. വലിയ 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 തിരക്കാണ്. ഈ പുറത്തു തന്നെ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അവർ ഈ കുറച്ചുകൂടി കഴിഞ്ഞൊക്കെ ദർശനത്തിന് വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരാണ്. രാവിലെ 6 മണിക്ക് തുറന്നാൽ ഉച്ചയ്ക്ക് 11 മണി വരെ, ഉച്ചയ്ക്ക് മുമ്പ് 11 മണി വരെയാണ് ദർശന സമയം. അതിനുശേഷം 11 തൊട്ട് 2 വരെ അമ്പലം അടച്ചിടും. 2 തൊട്ട് രാത്രി 11 വരെ. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ക്രമീകരണം. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഇന്നലെയൊക്കെ നമ്മൾ ഈ ഫ്ലൈറ്റ് ടിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റുകളെല്ലാം അയോധ്യ എയർപോർട്ടിലേക്കുള്ള എല്ലാ വിമാനങ്ങളുടെയും ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ഫുള്ളാണ്. ഒപ്പം തീവണ്ടി ട്രെയിൻ ടിക്കറ്റുകളും ഏതാണ്ട് സമാനമായ അവസ്ഥയാണ്. വലിയ തോതിൽ ട്രെയിൻ ടിക്കറ്റുകളിലും ഈ ഇങ്ങോട്ടേക്കുള്ള യാത്രയിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു കണക്കനുസരിച്ച് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെക്കാൾ ബുക്കിംഗ് ഇപ്പോൾ ഫ്ലൈറ്റുകളിലും ട്രെയിനുകളിലും അയോധ്യയിലേക്ക് സംഭവിക്കുന്നു എന്നുള്ള കണക്ക് കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ആദ്യം മുതൽ റിപ്പോർട്ട് ചെയ്തതുപോലെ അത്രത്തോളം വലിയൊരു തീർത്ഥാടക പ്രവാഹം ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുകയും വേണം. പ്രധാനമായും അത് പ്രതീക്ഷിക്കണം. കാരണം അത്രയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് വരാനായി കാത്തിരിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നടക്കമുള്ള ആളുകൾ, നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്ന സാഹചര്യം കൂടി നമ്മൾ കാണണം. ഒരുപാട് ആളുകൾ നാളെയും മറ്റന്നാളും ഒക്കെ ഇങ്ങോട്ടേക്ക് ബുക്ക് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും അയോധ്യ ജനനിബിഡമാകുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കണ്ടതിനേക്കാളൊക്കെ അപ്പുറമുള്ള, ഒരുപക്ഷെ അതിനപ്പുറമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. അതിനപ്പുറമുള്ള ജനങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നു. കഹാംപേ से एक नासिक कालाराम मंदिर से हम ये हार लेके आए प्रभु राम के लिए. बहुत रश है इधर, बहुत जोर आता है. हाँ, बहुत उत्साह है, बहुत मजा आ रहा है. हम 3 दिन से आए. 3 दिन से आए, आज नंबर लगा है हमारा.
नासिक कालाराम मंदिर। हाँ, मोदी जी उधर आए थे। हाँ, व्रत शुरू किया था, वहाँ से ये हार लेके आए हम प्रभु के लिए, और बहुत खुशी का माहौल है। और ये हार 3 दिन से हम पैक करके लाए थे, अभी वैसा ही है। हाँ, ये नेचुरल फूल है, मोगरा बोलते हैं इसको, उसका बनाया है। और ये सब फूल पुराने है, बहुत पुराने फूल है, ये सब ओरिजिनल फूल का बना है। जय श्री राम, जय श्री राम। क्या बोलना? यहाँ आने से हमको बहुत शांति है और सुख भी है, और हम बिहार से आए हैं और बहुत अच्छे जगह भी है। आप लोग सब मिल करके प्रेम भी मिला और बहुत अच्छा भी लग रहा है। और हम दर्शन करने जा रहे, कल वीआईपी लोग आए थे ना, तो दर्शन नहीं हुआ, बोले 7 बजे मंदिर खुलेगा और आप लोग 7 बजे आइएगा। बहुत शांति सुख है और आप लोग भी बहुत अच्छे हैं। जय श्री राम। അതാണ് അങ്ങനെ ഒരുപാട് ആളുകൾ गुड मॉर्निंग। ऐसा लग रहा है इधर आके। बहुत अच्छा, बढ़िया है, बढ़िया है, बहुत है। ये आनंद तो जिंदगी में पहली बार देखना मिला ही है। वैसे हम गुजरात से आए हुए हैं और मोदी साहब ने जो भी किया बहुत अच्छा किया हुआ है। थैंक यू। राम राम जी, जय सीताराम। हिमाचल प्रदेश है, हाँ जी, बद्दी से, ये बनखड़ी जी, मंदिर से बढ़िया जी, पहले से बढ़िया, बहुत सुंदर है। जय श्री राम। അങ്ങനെ ഇപ്പൊ നമ്മൾ സംസാരിച്ച 4 സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ്. ഞാൻ രഞ്ജിനോട് പറഞ്ഞ പോലെ അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളുടെ ഒരു വലിയ ഒഴുക്ക് ഈ മേഖലയിലേക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. കാരണം അത്രയധികം ആളുകൾ ഇനിയും ഓരോ ദിവസവും ഇങ്ങോട്ടേക്ക് വരും. ഈ വരുന്നവർ തന്നെ വീണ്ടും വീണ്ടും വരും. അങ്ങനെ ഇത് ഒരു വലിയ തീർത്ഥാടന നഗരമായി ഈ ക്ഷേത്രം മാറുന്നു. ഒരു വലിയ തീർത്ഥാടന നഗരമായി അയോധ്യ മാറുന്നു. ഒരു ക്ഷേത്ര നഗരമായി അയോധ്യ മാറുന്നു. അയോധ്യയുടെ പേരിലാകും ഇനി ഒരു പക്ഷേ ഈ ക്ഷേത്രത്തിന്റെ പേരിലാകും ഒരു പക്ഷേ UP അടക്കം അറിയപ്പെടുക. അങ്ങനെ UP കൂടി വളരുകയാണ് ഇത് ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളിലൂടെ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി. അതനുസരിച്ച് ഈ അയോധ്യ സിറ്റിയും നഗരവും വളരുന്നുണ്ട്. ഇതൊരു ടൗൺഷിപ്പ് ആക്കുകയാണ്. 110 ഏക്കറിൽ ഉണ്ടാക്കുന്ന ഒരു ടൗൺഷിപ്പ് ഇവിടെ ഉണ്ടാകുന്നു. हैदराबाद। बहुत अच्छा लग रहा, बात करो। इनको ही बात। जय श्री राम। 2 दिन से आ रहे हैं हैदराबाद से, 2 दिन से पहले निकले, कल रात को इधर पहुंच गए। सुबह में 4 बजे उठ के इधर से आ रहे हैं, अंदर से। बहुत अच्छा लग रहा, अच्छा बनाए मोदी जी, अच्छा करे, नंबर 1 करे। जय सुपर है, जय श्री राम। अयोध्या धाम के जय श्री राम। ഹൈദരാബാദിൽ നിന്ന് വന്ന ഒരു സംഘമാണ്. അങ്ങനെ എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു ടൗൺഷിപ്പായി വളരുകയാണ്. 120 ഏക്കറിൽ ഉള്ളൊരു ടൗൺഷിപ്പായി ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ഇവിടെ UP സർക്കാർ. അതിന് ഈ പറഞ്ഞതുപോലെ അയോധ്യ ക്ഷേത്ര ട്രസ്റ്റിന്റെ സഹായം കൂടി തേടിക്കൊണ്ടാണ്. അങ്ങനെ ഇവിടെ വലിയ വൻകിട ഹോട്ടലുകൾ ഉയരുന്നു, ഭക്ഷണശാലകൾ ഉയരുന്നു. ഒപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ 7 സ്റ്റാർ ഹോട്ടൽ, അത് വെജിറ്റേറിയൻ ഹോട്ടൽ ഇവിടെ ഒരുങ്ങുന്ന പശ്ചാത്തലം. വലിയ VIPകൾ ഇവിടെ വന്ന് സ്ഥലം വാങ്ങി അവരുടെ വീടുകൾ വെക്കുന്നു, അല്ലെങ്കിൽ താമസിക്കാൻ അവർ താല്പര്യപ്പെടുന്നു. അങ്ങനെ ഓരോ മേഖലയിലും വികസനമാണ് അയോധ്യ. കാരണം ഈ വരുന്ന തീർത്ഥാടകരെയൊക്കെ ഉൾക്കൊള്ളത്തക്ക വിധമുള്ള സംവിധാനങ്ങൾ ഒരുങ്ങണം. അവർക്ക് ആഹാരം വേണം, താമസം വേണം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. അതനുസരിച്ച് അയോധ്യ മാറേണ്ടതുണ്ട്. ഇനിയുള്ള UP സർക്കാരിന്റെയും ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ക്ഷേത്ര ട്രസ്റ്റിന്റെയും ഒക്കെ വലിയ വെല്ലുവിളി ഈ വരുന്ന ഭക്തർക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനം, അവർക്കുള്ള അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും ഒരുക്കുക എന്നുള്ളതാണ്. അതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്, എത്രത്തോളം അക്കാര്യങ്ങളിൽ UP സർക്കാരിന് ചെയ്യാനാകും എന്നുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ നിരവധി വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ദിവസം മുമ്പ് തന്നെ ഇങ്ങനെ ആളുകൾ എത്തിക്കൊണ്ടിരുന്നു. ഈ ഇന്നലെയൊക്കെ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല പൊതുജനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഈ വരുന്നവരൊക്കെ അവിടെ താമസിക്കുന്നു. പിന്നീട് ദർശനം മടങ്ങാമെന്ന കണക്കുകൂട്ടലായിരുന്നു ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ആളുകൾ നിരവധിയായി എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ പ്രാൺ പ്രതിഷ്ഠ നടക്കുന്നു. ഇന്നത്തെ കാര്യങ്ങളൊക്കെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്, ചടങ്ങുകളൊക്കെ എങ്ങനെയാണ്, പ്രധാനമായും പ്രമുഖരൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഇന്നും?
ഇന്ന് പ്രമുഖരാരും ഇനിയും വരാനുള്ള സാഹചര്യമില്ല. കാരണം പ്രമുഖരായ വ്യക്തികൾ 8,000-ഓളം വ്യക്തികൾ നമുക്കറിയാം. ഇന്നലെയാണ് അവർ അവിടെ എത്തി ഈ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുകയും നരേന്ദ്രമോദി പ്രധാനമന്ത്രി അവരെ അഭിസംബോധന ചെയ്യുകയൊക്കെ ചെയ്തത്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് സാധാരണ ആളുകൾക്ക് മാത്രമാണ് ഇവിടെ ഒരു പ്രധാന കാര്യം. ഇവിടെ VIP ക്യൂ ആകട്ടെ, VIP ഓൺലൈൻ ബുക്കിംഗ് ആവട്ടെ, ഓൺലൈനായി പ്രസാദ വിതരണമാകട്ടെ, അങ്ങനെ ഒരു സംവിധാനവുമില്ല. ഇപ്പോഴും ചില ആപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് അയോധ്യ ക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകൾ സ്വീകരിക്കുന്ന QR കോഡ് അടക്കം പലയിടത്തും പ്രചരിക്കുന്നുണ്ട്. നമുക്കറിയാം തട്ടിപ്പിന്റെ പല മുഖങ്ങൾ, പല വിധങ്ങളുണ്ട്. അതിവിടെയും സംഭവിക്കുന്നുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുമുണ്ട്. അതിനുള്ള മുന്നറിയിപ്പുകൾ സൈബർ സംഘങ്ങൾ നൽകിയ കൂടി നമ്മൾ കണ്ടു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം തട്ടിപ്പുകളിൽ പോയി വീടരുത് എന്നാണ് ഈ സൈബർ സംഘങ്ങളോട് അല്ലെങ്കിൽ ഇത്തരം സൈബർ സംഘങ്ങളോട് മുന്നറിയിപ്പ് നൽകുന്നത്. അവരെയൊക്കെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുള്ള സംവിധാനം നമ്മുടെ സൈബർ പോലീസ്, നമ്മുടെ കേന്ദ്ര സംഘം അടക്കം ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇവിടെ ഇന്ന് പൂർണ്ണമായും അയോധ്യയിലെ സാധാരണ പൂജകളിലേക്ക് അയോധ്യ മടങ്ങുകയാണ് രഞ്ജിനി. കാരണം ഇത്രയും ദിവസം വിശേഷാൽ പൂജകളായിരുന്നു, വിവിധ തരത്തിലുള്ള വിശേഷാൽ പൂജകളായിരുന്നു. ഇന്ന് സാധാരണ പൂജയിലേക്ക് അയോധ്യ മടങ്ങുന്ന പശ്ചാത്തലമുണ്ട്. കാരണം ഇനിയും ക്ഷേത്രം അതിന്റെ പഴയ പടിയിലേക്ക് എത്തിക്കഴിഞ്ഞു. നേരത്തെ അത് ഒരു സ്ഥിരപ്രതിഷ്ഠ അല്ലായിരുന്നു, ഒരു ടെമ്പററി ഒരു സ്ട്രക്ചറിലാണ് ക്ഷേത്രം നിന്നിരുന്നത്. ഇന്നലെ പ്രധാനമന്ത്രിയൊക്കെ പറഞ്ഞതുപോലെ ഇന്നു മുതൽ പൂർണ്ണമായും അത് ഒരു പൂർണ്ണ ക്ഷേത്രത്തിന്റെ ഒരു മാതൃകയിലേക്ക് വരുന്നു. ആ പശ്ചാത്തലത്തിൽ സാധാരണ തരത്തിലുള്ള പൂജകൾ ഉണ്ടാകും. അത് എല്ലാ തരത്തിലുള്ള പൂജകളും ഉണ്ടാകും. അഭിഷേകം അടക്കമുള്ള പൂജകൾ ഉണ്ടാകും. അത് എല്ലാ ദിവസവും തുടരുകയും ചെയ്യും. പ്രധാനപ്പെട്ട തന്ത്രിമാർ ഇതിനായി, പൂജാരിമാർ, പരിശീലനം നേടിയ പൂജാരിമാർ ഇതിനായി നിയോഗിക്കപ്പെട്ടവരുണ്ട്. അവരൊക്കെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. അവർക്ക് പ്രത്യേക പരിശീലനവും ഇന്റർവ്യൂവിനും ഒക്കെ ശേഷമാണ് അവരെ സെലക്ട് ചെയ്തതും പരിശീലനം നൽകിയാണ് അവരെ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്ഷേത്രത്തിൽ നടക്കും ഇന്നു മുതൽ എന്നുള്ളതാണ്. मैं माउंट आबू राजस्थान कई पीढ़ियां बीत गई और उन्होंने कई बलिदान देते देते कई पीढ़ियां बीत गई, उन्होंने दर्शन नहीं करे. हम भाग्यशाली है कि आज दर्शन कर रहे हैं. चरितम रघुनाथ से शतकोटि प्रवित्रम एक एक कम अक्षरम पुंचा महापातक नाशनम. जय श्री राम. जय छत्तीसगढ़. जय जोहार. छत्तीसगढ़ माता कौशल्या की नगरी है. राम हमारे भांजा है, भांजा से मिलने आए हैं. जय श्री राम. चंद्र प्रकाश श्रीवास. അങ്ങനെ जय श्री राम. हम महाराष्ट्र आए, मुंबई से, जहाँ छत्रपति शिवाजी महाराज की धरती, बाला साहेब की धरती से हमारा संदेश है पूरे भारत में कि अब भारत पूरा जय श्री राम नारों से गूंजेगा. अभी गुड मॉर्निंग और गुड नाइट बोलना है. भारतवासियों, सनातनियों, जय श्री राम बोलना है और जय श्री राम का पूरा ये चलाना हमें. जय श्री राम. बस അങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾ, സംസ്ഥാനത്തിലൊക്കെ ഓരോരോ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവർക്ക് ഇങ്ങോട്ടേക്ക് വന്ന് കൊണ്ടിരിക്കുന്നു. വലിയ തിരക്കാണ്. വലിയ തിരക്കെന്ന് വെച്ചാൽ നമുക്ക് സങ്കല്പിക്കാതിനപ്പുറത്തുള്ള തിരക്ക്. ഇത് പ്രതീക്ഷിച്ച തിരക്ക് തന്നെയാണ്. കാരണം ഇത്രയധികം ആളുകൾ ഇവിടെ എത്തുമെന്ന് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഏതായാലും ഇതൊക്കെയാണ് രഞ്ജിനി ഇവിടെ നിന്ന് രാവിലെ കൃത്യമായി നൽകാൻ പറ്റുന്ന കാഴ്ചകൾ. ഈ തണുപ്പ്, ഈ മഞ്ഞുവീഴ്ചയൊക്കെയാണ് വലിയ ഒരു പ്രശ്നം. അത് തണുപ്പെന്ന് പറയുന്നത് 4 ഡിഗ്രിയാണ് ഇപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ തണുപ്പ്. കാരണം ഇതുവരെ 4 ദിവസത്തേക്ക് ഏറ്റവും കൂടുതൽ തണുപ്പാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. അത് അവഗണിച്ചാണ് ഈ ഭക്തർ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രഞ്ജിത്ത് രാമചന്ദ്രനാണ് അയോധ്യയിൽ നിന്ന് ഇന്നത്തെ സാഹചര്യങ്ങൾ വ്യക്തമാക്കിയത്. അയോധ്യയിൽ രാമക്ഷേത്രം വിശ്വാസികൾക്ക് സ്വന്തമായപ്പോൾ അതിനായി അക്ഷീണം പ്രയത്നിച്ച ഒരാളുണ്ട്. IAS ഓഫീസറും പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ നിബേന്ദ്ര മിശ്ര. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനായി നിയോഗിക്കപ്പെട്ടത് മുതൽ അയോധ്യയിൽ താമസിച്ച് എല്ലാവരെയും ഏകോപിപ്പിച്ച് നടത്തിയ നിബേന്ദ്ര മിശ്രയുടെ ശ്രമങ്ങൾ കൂടിയാണ് ഫലം കണ്ടത്. അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമി സ്വപ്ന സാഫല്യം നേടിയ നിമിഷത്തിൽ അഭിമാനത്തിന്റെ ഉയരത്തിലെത്തിയ ഒരു പ്രമുഖ വ്യക്തിയുണ്ട്. അത് നൃപേന്ദ്ര മിശ്രയാണ്. രാം ടെമ്പിൾ കൺസ്ട്രക്ഷൻ കമ്മിറ്റിക്ക് 2020 മുതൽ നേതൃത്വം നൽകുന്നത് അദ്ദേഹമാണ്. മുൻ IAS ഓഫീസറും പ്രധാനമന്ത്രി മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമാണ് നൃപേന്ദ്ര മിശ്ര. ചരിത്രം കുറിച്ച ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാൻ വിശ്രമമില്ലാതെ പ്രവർത്തിച്ച നാളുകളാണ് അദ്ദേഹത്തിന്റെ സമീപകാല ചരിത്രം. 2020 ഫെബ്രുവരി 20-നാണ് അയോധ്യ രാമക്ഷേത്രം നൃപേന്ദ്ര മിശ്രയുടെ ജീവിതത്തിന്റെ ഭാഗമായത്. രാമക്ഷേത്ര നിർമ്മാണ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തും മുൻപ് സിവിൽ സർവീസിൽ നടത്തിയ ഇടപെടലുകളാണ് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത്. 2014 മുതൽ 2019 വരെയാണ് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചത്. ഹാർവാർഡിലെ ജോൺ എഫ് കെന്നഡി സർവകലാശാലയിൽ നിന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റർ ബിരുദം നേടിയിട്ടുണ്ട് അദ്ദേഹം. അലഹാബാദ് സർവകലാശാലയിൽ നിന്ന് കെമിസ്ട്രിയിലും പൊളിറ്റിക്കൽ സയൻസിലും
ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. കോളേജ് അധ്യാപകനാകണമെന്നായിരുന്നു ആഗ്രഹം. അലഹാബാദ് സർവകലാശാലയിൽ പഠിക്കുന്ന കാലത്ത് ഒരു അധ്യാപകനാണ് വഴി സിവിൽ സർവീസിലേക്ക് തിരിച്ചുവിട്ടത്. 1967 ബാച്ചിൽ അദ്ദേഹം സിവിൽ സർവീസിന്റെ ഭാഗമായി. ഡൽഹിയിലേക്ക് എത്തും മുൻപ് ഉത്തർപ്രദേശിൽ മുലായം സിംഗ് യാദവിന്റെയും കല്യാൺ സിംഗിന്റെയും പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. ഏറെ വിവാദങ്ങളിലും ഉയർന്നുകേട്ട പേരാണ് നൃപേന്ദ്ര മിശ്രയുടേതെന്ന പ്രത്യേകത കൂടിയുണ്ട്. അതിലൊന്ന് നൃപേന്ദ്ര മിശ്ര CIA ഏജന്റാണെന്നുയർന്ന ആരോപണമായിരുന്നു. മുലായം സിംഗിൽ നിന്ന് കല്യാൺ സിംഗിലേക്ക് ഉത്തർപ്രദേശ് ഭരണം മാറിയ 1991 കാലത്തായിരുന്നു അത്. മുലായത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന നൃപേന്ദ്രയെ അതേ സ്ഥാനത്ത് തുടരാൻ കല്യാൺ സിംഗും അനുവദിക്കുകയായിരുന്നു. ഇത് BJPക്കുള്ളിൽ പോലും വലിയ എതിർപ്പാണ് ഉയർത്തിയത്. പിന്നീട് മിശ്രയെ ഗ്രേറ്റർ നോയിഡ അതോറിറ്റിയുടെ ചെയർമാനായി നിയമിക്കപ്പെട്ടു. രാഷ്ട്രീയ ഭേദമില്ലാതെ ഇടപെടുന്ന ഓഫീസർ എന്നതായിരുന്നു നൃപേന്ദ്ര മിശ്രയെ എന്നും വ്യത്യസ്തനാക്കിയത്. ഗ്രേറ്റർ നോയിഡ അതോറിറ്റിയിൽ നിന്ന് അദ്ദേഹം എത്തിയത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്താണ്. 3 വർഷം ഈ പദവിയിൽ തുടർന്നു. ഇക്കാലത്ത് പത്രങ്ങളിൽ ഒപ്പീനിയൻ പീസുകൾ എഴുതി തുടങ്ങിയതോടുകൂടിയാണ് നൃപേന്ദ്ര കൂടുതൽ ശ്രദ്ധേയനായത്. കൃത്യമായ അവലോകനങ്ങളും നിരീക്ഷണങ്ങളുമായിരുന്നു അവയെല്ലാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണച്ചുകൊണ്ട് വിവിധ വിഷയങ്ങളിൽ എഴുതിയ ഒപ്പീനിയൻ പീസുകൾ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് മിശ്രയെ കൊണ്ടുവന്നു. 2014 മെയ് 27 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ദിവസം നൃപേന്ദ്ര മിശ്രയുടെ ജീവിതത്തിലും വലിയൊരു വഴിത്തിരിവായിരുന്നു അത്. അന്ന് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അദ്ദേഹം ചുമതലയേറ്റു. പ്രധാനമന്ത്രിയുടെ വിശാലമായ കാഴ്ചപ്പാടുകൾ അതേപടി മനസ്സിലാക്കാനും നടപ്പാക്കാനുമുള്ള കഴിവായിരുന്നു നൃപേന്ദ്ര മിശ്രയുടെ കരുത്ത്. ഒപ്പം ഏത് വിഷയത്തിലുമുള്ള പ്രശ്നപരിഹാര ചാതുര്യം നൃപേന്ദ്രയെ രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയനായ ഓഫീസറാക്കി മാറ്റി. എല്ലാ വിഷയങ്ങളിലും തന്നെ താഴേക്കിടയിലേക്ക് തന്റെ കാഴ്ചപ്പാടുകൾ എത്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്കാലത്ത് ചുമതലപ്പെടുത്തിയിരുന്നത് നൃപേന്ദ്ര മിശ്രയെ മാത്രമായിരുന്നു എന്നതും വലിയൊരു സവിശേഷതയാണ്. 2020 പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയ ശേഷമാണ് രാം മന്ദിർ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയിലേക്ക് നൃപേന്ദ്ര എത്തുന്നത്. ഇതിനിടയിൽ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റിയുടെ ചെയർമാനുമായി, തൊട്ടുപിന്നാലെ അയോധ്യ രാം മന്ദിർ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായി നിയോഗിക്കപ്പെട്ടു. ഇങ്ങനെയൊരു പദവിയിലേക്ക് നിയോഗിക്കാൻ പ്രധാനമന്ത്രിക്ക് രണ്ടാമതൊരു ആലോചന വേണ്ടി വന്നിരിക്കില്ല. നിലപാടുകളിലെയും കാഴ്ചപ്പാടുകളിലെയും സുതാര്യതയും തീരുമാനമെടുക്കുന്നതിലെ കൃത്യതയും മിശ്രയെപ്പോലെ മറ്റൊരാൾക്കില്ലെന്നാണ് മിശ്രയുടെ സഹപ്രവർത്തകർ പോലും ചൂണ്ടിക്കാട്ടുന്നത്. പ്രധാനമന്ത്രി മനസ്സിൽ കാണുന്നത് മിശ്ര നടത്തിക്കാണിക്കുമെന്ന ഒരു പറച്ചിൽ പോലും IASകാരുടെ ഇടയിലുണ്ടായിരുന്നു അത്രേ. രാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ഒരേയൊരു വ്യവസ്ഥ മാത്രമാണ് നൃപേന്ദ്ര മിശ്രയ്ക്ക് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെച്ചത്. ക്ഷേത്രം കുറഞ്ഞത് 1000 വർഷമെങ്കിലും നിലനിൽക്കണം. തുടർന്ന് വിശ്രമമില്ലാത്ത ദിവസങ്ങളായിരുന്നു. കരാറുകാരുമായും നിർമ്മാണ കമ്പനികളുമായും നിരന്തരമായ ഏകോപനം. ടാറ്റ കൺസൾട്ടിംഗ് എഞ്ചിനീയേഴ്സ് ആയിരുന്നു കൺസൾട്ടന്റ്. CB സോംപുര ആർക്കിടെക്റ്റും. ഓരോ നിമിഷവും കൃത്യമായി വിലയിരുത്തി വീഴ്ചകളില്ലാത്ത ഏകോപനം നടത്തിയാണ് ഇന്നോളം അദ്ദേഹം പ്രവർത്തിച്ചത്. ലോകത്താകമാനം ലക്ഷക്കണക്കിന് പേരുടെ സ്വപ്നമാണ് രാമജന്മഭൂമിയിൽ ക്ഷേത്രമെന്നത്. അതുകൊണ്ട് തന്നെ ആരും നിരാശരാകരുത് എന്ന നിർബന്ധം മിശ്രയ്ക്കുമുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ചുകാലമായി താമസം പോലും അദ്ദേഹം അയോധ്യയിലേക്ക് മാറ്റിയിരുന്നു. ക്ഷേത്രം നിർമ്മിച്ച ആധ്യാത്മിക നിയോഗമുള്ള ആളെന്ന രീതിയിൽ ഒരിക്കലും സ്വയം അദ്ദേഹം കൽപ്പിച്ചിരുന്നില്ല. ദേശീയ പ്രാധാന്യം കണക്കിലെടുത്തായിരുന്നു പ്രവർത്തനം അത്രയും. രാജ്യത്തിന് എല്ലാ കാലത്തേക്കുമുള്ള അമൂല്യ സ്വത്താണ് രാമക്ഷേത്രമെന്നാണ് നിർമ്മാണഘട്ടത്തിൽ എല്ലാം നൃപേന്ദ്ര മിശ്ര പറഞ്ഞത്. വിവാദങ്ങളിലും ആഘോഷങ്ങളിലുമെല്ലാം വ്യക്തിപരമായ നിലപാടുകളേക്കാൾ ദേശീയ താൽപര്യത്തിന് അതീവ പ്രാധാന്യം നൽകിയാണ് നൃപേന്ദ്ര മിശ്ര ഭാരതത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത്. എന്നെന്നും രാജ്യമോർക്കുന്ന സമാനതകളില്ലാത്ത ഓഫീസറായിട്ടായിരിക്കും നൃപേന്ദ്ര മിശ്രയെ അടയാളപ്പെടുത്തുക. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. അൽ മുക്താദിർ ജ്വല്ലറിയുടെ ന്യൂസ് 18 വാർത്താ സംഘം അയോധ്യ രാമക്ഷേത്രത്തിനുള്ളിൽ എത്തിയിരുന്നു. ആദ്യമായി ഒരു മലയാളം വാർത്താ ചാനൽ രാമക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. രാമമന്ത്രങ്ങളാൽ മുഖരിതമാണ് ക്ഷേത്രത്തിനുള്ളിൽ വശം. ന്യൂസ് 18 ന്യൂസ് എഡിറ്റർ രജിത് രാമചന്ദ്രനും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിയുമാണ് ദൃശ്യങ്ങൾ പകർത്തി വിവരിച്ചത്. പ്രാൺ പ്രതിഷ്ഠ കവറേജ് പവേർഡ് ബൈ സ്റ്റെർലൈറ്റ്. Fall in love with your home. ആദ്യ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 പ്രേക്ഷകർ കാണുന്നത്.
ശ്രീരാമക്ഷേത്രത്തിന്റെ നമ്മുടെ ക്യാമറയിൽ പതിയുന്ന ആദ്യ ദൃശ്യങ്ങളാണ്. നമ്മൾ കേരളത്തിൽ ആദ്യമായി ശ്രീരാമക്ഷേത്രത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ആദ്യമായി ന്യൂസ് 18 പ്രേക്ഷകർക്കായി ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിടുന്നു. ലോകമൊട്ടാകെയുള്ള രാമഭക്തന്മാർ കാത്തിരുന്ന ശ്രീരാമക്ഷേത്രം അയോധ്യയിലെ, അതിനുള്ളിലാണ് ഞാനും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിയും ഉള്ളത്. പ്രൗഢഗംഭീരമായ നിർമ്മിതി, മനോഹരമായ ചിത്രപ്പണികൾ, വാസ്തു ശില്പകലയുടെ വലിയ മാതൃക, അങ്ങനെ ഒരുപാട് നമുക്ക് പറയാനുള്ള രാമക്ഷേത്രമാണിത്. എത്ര മനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ എന്ന് പ്രേക്ഷകർക്ക് കണ്ടാൽ മനസ്സിലാകും. മനോഹരമായ ചിത്രപ്പണികളാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രമായി ഇത് മാറുകയാണ്. രാമക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. രാമക്ഷേത്രം എന്നത് നമുക്കറിയാം, ഒരുപാട് നാളത്തെ നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം, മറ്റുള്ള നിരവധിയായ കടമ്പകൾക്ക് ശേഷം യാഥാർത്ഥ്യമായ ഒന്നാണ് ഈ രാമക്ഷേത്രം. ഇതിനുള്ളിൽ നമുക്ക് നിൽക്കുമ്പോൾ നമുക്കും ഒരു പ്രത്യേക ഒരു എനർജിയാണ്, ഒരു വികാരമാണ്. കാരണം ചരിത്രമുള്ള കാലം മുഴുവൻ, ഭാരതമെന്ന രാജ്യമുള്ള കാലം മുഴുവൻ ഈ ക്ഷേത്രവും അത് ഈ ജനുവരി 22 ഓർമ്മിക്കപ്പെടും. ഈ 22 തന്നെ ഒരു പ്രത്യേക സമയത്ത് നമുക്ക് ഇതിലേക്ക് കടന്ന് ഇതിന്റെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം നാളെ മുതൽ മാത്രമാണ്, ഇന്ന് മാത്രമാണ് ആളുകൾക്ക് 23 മുതൽ മാത്രമാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനമുള്ളത്. പക്ഷേ ഇന്ന് നമ്മളൊരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള ആനുകൂല്യത്തിൽ മാത്രമാണ് ഈ ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ സാധിച്ചത്. എത്ര മനോഹരമാണെന്ന് നോക്കൂ, എത്ര മനോഹരമായ ചിത്രപ്പണികളാലാണ് ഈ തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. വാസ്തുശില്പകലയുടെ വളരെ ഉദാത്തമായ മാതൃകയായി ഈ രാമക്ഷേത്രത്തിന്റെ ഓരോ ഭാഗവും മാറുകയാണ്. ഇത്തരത്തിലുള്ള നിരവധി തൂണുകളുടെ ഒരു സങ്കലനം കൂടിയാണ് രാമക്ഷേത്രം എന്നും പ്രേക്ഷകർ ഓർക്കണം. കാരണം നമ്മൾ ഈ കേട്ട രാമക്ഷേത്രം കാണുമ്പോൾ അത് വല്ലാത്തൊരു എനർജി, ഒരു വികാരം നമ്മളിലേക്ക് എത്തിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അത്രത്തോളം ലോകം മുഴുവൻ കാത്തിരുന്ന ഒരു നിർമ്മിതിയാണ്, രാമഭക്തർ കാത്തിരുന്ന ഒരു നിർമ്മിതിയാണ്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSS സർവ്വസംഘചാലക് മോഹൻ ഭാഗവത്, ഒപ്പം ആനന്ദിബെൻ പട്ടേൽ, ഇവിടുത്തെ UP-യുടെ ഗവർണർ എന്നിവരടക്കം ആണ് ഇതില് പ്രധാനമായും ഈ ശ്രീകോവിലിൽ ഉണ്ടായിരുന്നത്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ശ്രീകോവിലിനുള്ളിൽ ഉണ്ടായിരുന്നു. അവർ കുറച്ചാളുകൾ മാത്രം ചേർന്നാണ് ഈ വലിയ ഒരു ചടങ്ങ് നിർവഹിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അങ്ങനെ ഒരുപാട് കടമ്പകൾക്ക്, ഒരുപാട് പരസ്പരമുള്ള വാക്പോരുകൾക്കൊക്കെ ശേഷമാണ് രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നത്. ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിച്ചിട്ടില്ല. പക്ഷെ അപ്പോഴും ഇത് ഒരു ഇന്ത്യയുടെ ഒരു പ്രതീകമായി മാറുന്നു. ഒരുപക്ഷെ രാമക്ഷേത്രത്തിന് ശേഷവും രാമക്ഷേത്രത്തിന് മുമ്പും എന്നായിരിക്കും ഇന്ത്യയുടെ ചരിത്രം അറിയപ്പെടുക. ഈ 1000 വർഷം കഴിഞ്ഞാലും 1000 വർഷം കഴിഞ്ഞാലും നമ്മൾ ഈ ക്ഷേത്രത്തെ ഓർത്തിരിക്കും എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം, എത്ര മനോഹരമാണ് എന്ന് നമ്മളൊന്ന് അത് കാണുക. എത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാമക്ഷേത്രത്തിന്റെ ഓരോ നിർമ്മിതി, ഇത് ശരിക്കും ഒരു 3 നില ക്ഷേത്രമാണ്. ഇതിന് 2 നില മാത്രമാണ് ഇപ്പോൾ പണിഞ്ഞ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇനി ഒരു നില കൂടി പണിയാനുണ്ട്. അതൊരു പക്ഷേ 1, 2, 3 വർഷം എടുത്തായിരിക്കും ആ നില പണിയുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തും പോയാൽ അതിവിശിഷ്ടമായ ഭംഗിയുടെ അങ്ങേയറ്റം. കാരണം ഈ നിർമ്മിതിയൊക്കെ നമ്മൾ ഈ പഴയ ഈ സീരിയലുകൾ, ഈ പുരാണ സീരിയലുകളിലൊക്കെ ഈ സെറ്റിട്ട് ചെയ്യുന്ന ചില നിർമ്മിതികളുണ്ട്. അല്ലെങ്കിൽ രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ നമ്മൾ കണ്ട ചില കൊട്ടാരങ്ങളുണ്ട്. അതിനെയൊക്കെ അനുസ്മരിപ്പിക്കത്തക്ക വിധമുള്ള വല്ലാത്ത തരത്തിലുള്ള നമുക്ക് വലിയ വിസ്മയ കാഴ്ചകളായി മാറുന്ന ഒരു നിർമ്മിതിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം പ്രധാനമാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ തന്നെ 5000-6000 കോടി രൂപ ഈ ക്ഷേത്രത്തിന്റെയൊക്കെ സംഭാവനയായി എത്തിക്കഴിഞ്ഞ ഒരു സാഹചര്യം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കണം. അതിൽ 2000-ന് മുകളിൽ പണം മുടക്കിയാണ്, കോടിയിൽ മുകളിൽ പണം മുടക്കിയാണ് ഈ ക്ഷേത്ര നിർമ്മിതി എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകൾ കൂടിയുണ്ട്. അത് ഒന്ന് വിവരിക്കാം. അതായത് 2500 വർഷമാണ് ഈ ക്ഷേത്രത്തിന് ആയുസ് പറഞ്ഞിരിക്കുന്നത്. ഭൂകമ്പം ഉണ്ടായാൽ പോലും അതിനെ പ്രതിരോധിക്കത്തക്ക വിധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട്. ലഭ്യമാകുന്ന ഏറ്റവും വലിയ തച്ചന്മാരുടെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പുരോഗമിച്ചത്, നിർമ്മാണം നടന്നത്. അവരെയൊക്കെ ഇന്ന് നരേന്ദ്രമോദി ഈ യോഗത്തിൽ ആദരിക്കുകയും മറ്റും ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് 2000 അടി താഴെ ഒരു തകിട് കുഴിച്ചു
തകിടിൽ ഈ ക്ഷേത്രത്തിന്റെ ഏതാണ്ട് മുഴുവൻ ചരിത്രവും അയോധ്യയുടെ ചരിത്രവും മറ്റും പറഞ്ഞു വെക്കുന്നത് നമ്മൾ അത്തരത്തിൽ ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രം ഇല്ലാതായാൽ പോലും, ഏതെങ്കിലും തരത്തിൽ ഈ ക്ഷേത്രം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും ഇതിന്റെ ചരിത്രം, അയോധ്യയുടെ ചരിത്രം, രാമചരിത്രമൊക്കെ ഇനിയുള്ള എത്രയോ തലമുറകൾ ഓർക്കത്തക്ക വിധമാണ് ഇതിന്റെ നിർമ്മിതി. 2.5 ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 380 അടി നീളത്തിലും 280 അടി വീതിയിലുമാണ് ക്ഷേത്ര നിർമ്മാണം. 161 അടിയാണ് ഇപ്പോഴുള്ള ഈ ക്ഷേത്രത്തിന്റെ പൊക്കം. ഇന്ത്യൻ നാഗരിക ശൈലിയിൽ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നു. 3 നിലകളാണ്, അതിൽ 2 നിലകൾ പൂർത്തിയായിരിക്കുന്നു. 392 തൂണുകൾ, നമ്മൾ ഈ കണ്ട ഈ തൂണടക്കം 392 തൂണുകൾ ഈ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ എത്രയോ വർഷം, എത്രയോ ശില്പികൾ ചേർന്ന് നിർമ്മിച്ച ഒരു നിർമ്മിതിയാണിത്. ഇത്തരത്തിൽ 392 തൂണുകളുടെ ഒരു സങ്കലനമാണ് ഈ ക്ഷേത്രം എന്ന് മനസ്സിലാക്കണം. 44 വാതിലുകളുണ്ട്. പല വാതിലുകളും ഈ വാതിലടക്കം സ്വർണം പൂശിയ വാതിലുകളാണ്. ഇത്തരത്തിൽ 42 വാതിലുകൾ ഇവിടെയുണ്ട്. 44 വാതിലുകൾ ഉണ്ട്. ഇതിന് സ്വന്തമായി സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉള്ള ഒരു സ്ഥലമാണ്. 200ഓളം മിന്നൽ രക്ഷാ ചാലകങ്ങൾ ഇവിടെയുണ്ട്. മ്യൂസിയമുണ്ട്. ഈ രാമക്ഷേത്രത്തിന്റെ മറ്റും കഥ പറയുന്ന മ്യൂസിയമുണ്ട്. തീർത്ഥാടകർക്കായി ഒപ്പം ഈ ആശുപത്രിയുണ്ട്. ഒപ്പം ഫയർ സർവീസ് സ്റ്റേഷനുണ്ട്. വിഗ്രഹങ്ങൾ, നമ്മൾ കണ്ട വിഗ്രഹങ്ങളടക്കം ഉണ്ടാക്കിയിരിക്കുന്നത് നേപ്പാളിൽ നിന്നുള്ള 60 മില്യൺ വർഷം പഴക്കമുള്ള ശിലകൾ കൊണ്ടാണ്. ആ ശിലകളുടെ വൈശിഷ്ട്യം അത്രയുമാണ്. 60 വർഷം പഴക്കമുള്ള ശിലകൾ കൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2000 താഴെയായി ക്ഷേത്ര ചരിത്രം എഴുതിയ ചെമ്പ് തകിട് കുഴിച്ചിട്ടുണ്ട്. എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ക്ഷേത്രം നശിച്ചാലും നമ്മുടെയൊക്കെ എത്രയോ തലമുറകൾക്കപ്പുറവും ഓർക്കപ്പെടാവുന്ന വിധത്തിലുള്ള ഒരു നിർമ്മാണ രീതിയാണിത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള വാർത്തകളിൽ ഒരുപാട് നിറഞ്ഞു നിന്ന ഈ ക്ഷേത്രം അതതിന്റെ ഏതാണ്ട് നിർണായകമായ പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് ആളുകൾ ഇന്നും ഇവിടെ എത്തി ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. അവരൊക്കെ ഏറെ ആത്മനിർവൃതിയോടുകൂടിയാണ് മടങ്ങുന്നത്. കാരണം അവരൊക്കെ കാത്തിരുന്ന രാമ ദർശനം അവർക്ക് ലഭിച്ചിരിക്കുന്നു. ഈ രാമൻ, ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ പോലെ ടെന്റിൽ ഇരുന്ന രാമനെ ക്ഷേത്രത്തിൽ എത്തിച്ചു എന്നുള്ളതാണ്, ഒരു പക്കാ നിർമ്മിതിയിൽ എത്തിച്ചു എന്നുള്ളതാണ് ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുകയായിരുന്നു. അങ്ങനെ ഓരോ തരത്തിലും ഓരോ തലത്തിലും ഉള്ള നിർമ്മാണ വൈഭവം കൊണ്ടും വാർത്താ പ്രാധാന്യം കൊണ്ടുമൊക്കെ ഏറെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അത് നമ്മൾ എന്നും ഈ പറഞ്ഞ ഈ നിമിഷം നമ്മൾ ഓർത്തിരിക്കും. കാരണം ഇവിടെ വരാനും ഈ വാർത്തകൾ ആദ്യ ദിവസം മുതൽ റിപ്പോർട്ട് ചെയ്യാനും ഇവിടുത്തെ ജനങ്ങളുടെ, ഇവിടുത്തെ രാമഭക്തരുടെ വൈകാരികമായ പല തലങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ഒക്കെ സാധിച്ചതിന്റെ ഒരു ചാരിതാർത്ഥ്യം കൂടി നമുക്കുണ്ട്. ഇവിടെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു. ഭക്തിയുടെ വിവിധ തലങ്ങൾ കണ്ടു. ആത്മീയമായി എങ്ങനെ ഇവർ രാമനെ സമീപിക്കുന്നു എന്നത് കണ്ടു. രാമനെ കുറിച്ചുള്ള സങ്കല്പം തന്നെ നമ്മളെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള, മര്യാദരാമനായ രാമനെ കുറിച്ച് സങ്കല്പം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടായി. आप किधर से? हम लखनऊ से आए। लखनऊ से जी। कैसा लग रहा है इधर? बहुत भव्य लग रहा है और प्रभु श्री राम साक्षात आज धरती पे उतर आए हैं और हम सब लोग इतना प्रसन्न है कि जिसको हम शब्दों में बयान नहीं कर सकते हैं। रामलला को देखा? रामलला को देख के मैं अत्यंत ही भावुक हो गया। मुझे उम्मीद नहीं थी, मतलब बालक रूप में जिस तरीके से भगवान को विराजमान यहाँ किया गया, साक्षात भगवान बाल रूप में दिखते हैं, तो अत्यंत ही प्रसन्न है हम लोग। जीवन धन्य हो गया हमारा। लखनऊ वापस चल रहा है? जी, लखनऊ आज हम लोग वापस जा रहे हैं। और आएगा राम क्षेत्र में? बार बार आएंगे, कई बार आएंगे। साल में जब मौका मिलेगा हमेशा आते रहेंगे, पूरे परिवार के साथ आएंगे। निर्मिति देखो कितना खूबसूरत है जी, कितना अच्छा तरफ से वो बन गया है। उसके बारे में क्या कह रहे हैं? कलाकृतियां अद्भुत हैं, जिसके बारे में शायद मैं कोई टिप्पणी नहीं कर सकता हूं क्योंकि मैं इस चीज का जानकार नहीं हूं, लेकिन जहां तक मैंने पढ़ा है, जहां तक मैंने देखा है, जहां तक मैंने सुना है, ये अकल्पनीय है। मतलब इसकी व्याख्या करी नहीं जा सकती है। तो हम बहुत प्रसन्न हैं। जय श्री राम। ഓക്കെ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന നിരവധി ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരും വലിയ ചാരിതാർത്ഥ്യത്തിലാണ്. एक बार और हमसे बात कर दीजिए, एक बार और आप इधर आके फोटोस खिंचाए, कैसा लग रहा है? फोटो खिंचाएंगे तो बहुत सुंदर, क्या मैं कह रही हूँ ना, जीते जी स्वर्ग में आ गए। बहुत अच्छा लग रहा है और मतलब इतना अच्छा लगा नहीं था कि मतलब मेरी किस्मत पे इतना भरोसा नहीं था कि इतनी अच्छी किस्मत होगी कि अंदर तक दर्शन मिलेंगे। इंस्टा लाइव है तो बहुत अच्छा लगा, अंदर तक दर्शन हुए और पंडित ने भी अंदर तक दर्शन कराए हैं मूर्ति के। ऐसा अंदर फोटो खींचने का ख्याल ही नहीं, आंख से आंसू ही नहीं बंद हो रहे थे। बस रामलला को निहारने से फुर्सत ही नहीं था। आज मोदी जी ने कहा कि 1000 साल के बाद भी
एक क्षेत्र का इस दिन 22 दिन याद रखेगा पूरा? जी बिल्कुल, अब तो 22 जनवरी को ही दिवाली बनानी है। अब साल में 2 बार दिवाली बनाने को आ गया। कहते हैं ना, दिवाली हर पर्व 2 बार हो गया है, तो अब दिवाली भी 2 बार हो गया है। तो बहुत अच्छा लग रहा है कि मोदी योगी का सबसे बड़ा शुक्रिया है कि हम अयोध्या धाम में और इतने भव्य मंदिर में है। मतलब मुझे विश्वास ही नहीं हो रहा, इतना सुंदर सजाया है ना, जीते जी स्वर्ग में है। इतना अच्छी तरह बहुत ही, मतलब इतनी बारीक बारीक डिजाइन दे रखे ना कि मतलब कहाँ से वो कारीगर थे, उन कारीगर के पैर छूने चाहिए जिन्होंने ये निर्माण किया है। बहुत सुंदर, बहुत വന്നു പോകുന്നവർക്കൊക്കെ താങ്ക് യു വന്നു പോകുന്നവർക്കൊക്കെ അത്ഭുതമാണ് ഈ നിർമ്മാണം എന്ന് പറയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ, ഈ രാത്രി ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്കായി ഒന്ന് പങ്കുവെക്കാം. എത്ര മനോഹരമായാണ് ദൃശ്യങ്ങൾ, ഈ കൊത്തുപണികൾ, ഈ നിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഈ കല്ലുകൾക്ക് ഏറെ സവിശേഷതയുണ്ട്, ഈ കല്ലുകൾക്ക് ഏറെ സവിശേഷതകളുണ്ട്, നിർമ്മാണ രീതിക്ക് ഏറെ സവിശേഷതകളുണ്ട്. ഇന്ത്യൻ നാഗരിക ശൈലിയാണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ നിർണായകമായ പലവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ഒരുപാട് എഫേർട്ടുകൾ എടുത്ത് പൂർത്തിയാക്കിയ ഒരു ക്ഷേത്രം. ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ അഭിമാനമായി ഈ ക്ഷേത്രം മാറുന്ന സാഹചര്യം കൂടിയാണ്. ഇനി മുതൽ ഇങ്ങോട്ടേക്ക് തീർത്ഥാടക പ്രവാഹമാണ്. നമ്മളൊക്കെ ആദ്യം ഈ രാമക്ഷേത്രത്തിന്റെ, രാംലല്ലയുടെ ഈ താൽക്കാലിക ക്ഷേത്രത്തിൽ നമ്മൾ എത്തുമ്പോൾ, കഴിഞ്ഞ 12-ാം തീയതി വരെ ഉള്ളപ്പോൾ 50,000-ന് മുകളിൽ ആളുകളാണ് ഇവിടെ ഓരോ ദിവസവും വന്ന് ഈ രാംലല്ലയെ കണ്ടു മടങ്ങുന്നത്. അവരുടെ എണ്ണം ഇരട്ടിക്കും. സ്വാഭാവികമായും 100,000-ഓളം ആളുകളെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ പ്രതീക്ഷിക്കണം. അത്രത്തോളം അടിസ്ഥാന സൗകര്യ വികസനം അയോധ്യയ്ക്ക് വേണം താനും. കാരണം ഈ ക്ഷേത്രമാണ് ഇനി അയോധ്യയുടെ മുഖമുദ്രയാകാൻ പോകുന്നത്. ഇതൊരു ടൗൺഷിപ്പായി വികസിക്കുകയാണ്. 1000-ഓളം ഏക്കറിൽ വളർന്നു വരുന്ന വലിയൊരു ടൗൺഷിപ്പായി ഇത് മാറുന്ന സാഹചര്യം അത് പ്രധാനപ്പെട്ട ഒന്നാണ്. വരുന്ന ആളുകൾക്കൊക്കെ താമസ സൗകര്യം ഒരുക്കേണ്ടതുണ്ട്. ഒപ്പം അവർക്കൊക്കെ അടിസ്ഥാനപരമായി പല കാര്യങ്ങളും, ഹോട്ടൽ ശൃംഖലടക്കം ഇവിടെ വരേണ്ടതുണ്ട്. അതിനൊക്കെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രത്തോളം പ്രാധാന്യത്തോടെ ഈ സർക്കാരും മറ്റു സംവിധാനങ്ങളും ഇതിനെ കാണുന്നുണ്ട്. കാരണം ഇതൊരു പ്രസ്റ്റീജ് വിഷയമാണ് UP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ഇനി UP പോലും അറിയപ്പെടുക ഒരുപക്ഷെ അയോധ്യയുടെ പേരിലായിരിക്കും, അയോധ്യയിലേക്ക് വരുന്ന തീർത്ഥാടകരുടെ ഒരെണ്ണത്തിലായിരിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രത്തിനുള്ളിലാണ് നമ്മളുള്ളത്. അത് നമ്മൾ അത് അനുഭവിച്ചറിയുക തന്നെ വേണം. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട മലയാളികളായ രാമഭക്തരൊക്കെ ഏറെ ഈ ക്ഷേത്രത്തിൽ വരാനും ഇത് കാണാനും ഒപ്പം ഭഗവാനെ ദർശിക്കാനും ഒക്കെ ഒരുപാട് സ്വപ്നം കാണുകയും കൊതിക്കുകയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ വന്ന് കണ്ട് അനുഭവിക്കേണ്ട ഒരു ഫീലാണ് രാമഭക്തി എന്നുള്ളതും ഈ രാമക്ഷേത്രം എന്നുള്ളതും. സ്വാഭാവികമായും അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും, ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നുകൂടി നമ്മൾ അത്തരത്തിൽ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ അത് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ അയോധ്യയുടെ മുഖച്ഛായ മാറും. നിരവധി ഹോട്ടലുകളുടെ നിർമ്മാണം അയോധ്യയിൽ ഉടനീളം നടക്കുന്ന സാഹചര്യമുണ്ട്. അയോധ്യ ഒട്ടാകെ മാറുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അയോധ്യയുടെ സരയൂ നദിക്കരയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രമായി അയോധ്യയെ മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുന്നുമുണ്ട്. അങ്ങനെ ഓരോ മേഖലയിലും വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെയാണ് അയോധ്യയിൽ ഇപ്പോൾ സംഭവങ്ങൾ നടക്കുന്നത്. പ്രേക്ഷകർക്കായി ആണ് ഇത്രയും ദൃശ്യങ്ങൾ ഞങ്ങൾ പങ്കുവച്ചത്. ഇതിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളെത്തി ഈ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. അകത്ത് നമുക്കൊന്നുകൂടി പ്രവേശിച്ച് മറ്റ് ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിൽ കാണിക്കാം എന്ന് കരുതുന്നു. കാരണം ഞാൻ പറഞ്ഞ പോലെ 400-ന് മുകളിൽ തൂണുകളുള്ള ഒരു പ്രദേശമാണ്, ഒരു സ്ഥലമാണ്. ഈ തൂണുകളുടെ ഒരു ഭംഗിയും ഒരു തലവുമൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. വളരെ രസകരമായാണ് ഈ തൂണുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ആളുകൾ കാണുന്നവർക്കൊക്കെ വലിയ അത്ഭുതം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്നുള്ളത്. എത്രയോ അത്ഭുതത്തോടുകൂടിയാണ് പല ആളുകളും ഇത് നോക്കിക്കാണുന്നത്. कमल का फूल, मयूर की नक्काशी और आपकी पत्ती और फूलों के साथ में सुव्यवस्थित ढंग से बनाया गया स्वर्ण सोने का फाटक है, जो लोग दर्शकों को देखकर मन मोहित हो रहा है। रामलला की तो तस्वीर का कुछ पूछना ही नहीं है, भव्य और दिव्य है। ऐसा अवसर आप सभी लोग जो कवरेज कर रहे हैं, आप लोगों के लिए और मोदी और योगी दोनों के लिए बहुत ही सुहावना पल है। जय श्री राम। ओम नारायण तिवारी। महाराज जी, ये आपकी जो नक्काशी की गई है, ये आपके त्रेता युग की कालीन दिखाई गई है, जिसमें आपका जिस प्रकार के एक स्वर्ण अक्षरों में आयताकार होता है, उस तरह की नक्काशी बनाई गई है। देखिए बीच बीच में आप देख रहे होंगे घंटी नीचे लटकाई गई है, जो हमारे पूरे ही सनातन धर्म में बहुत ही शुभ और नेक माना जाता है। कहने का आशय हमारा ये है,
सामने नहीं निकला। कहने का आशय हमारा ये है कि जो भी आपकी ये नक्काशी की गई है उसमें सनातन धर्म का पूर्णतः ध्यान रखा गया है। त्रेताकालीन युग भगवान राम का युग था, वैसे ही इस कल युग में आपका पुनः त्रेताकालीन युग आ रहा है, जिससे पूरा देश पूरा विश्व हर्षोल्लासमय हो गया, राममय हो गया। पूरे विश्व में आने वाली जो समय रहेगी वो आप आर्थिक स्थितियों को बहुत आगे रहेगा। जी, ये आपका मार्बल है, बहुत ही इसमें भी देखिए जो चित्रण की गई है वो भी आपकी फूल और ये पत्तियां हैं। ये आप जो दीवारों पर आप देख रहे हैं फूल पत्तियां हैं, बीच बीच में आपके देखिए जो आपके एक उसमें कर्ण कोण का नहीं बनाया जाता है खटकोण, वो भी देखिए बनाया गया है। आप पूरे चित्रण को देखिए, ये मार्बल से व्यवस्थित किया हुआ है। ये बड़ा ही दृश्य, इसके शब्दों को कहने में ये मान के चलिए कि आने वाला जो समय है जब हमारी आने वाली पीढ़ी, हम भी भाग्यशाली और आप लोग जो कवरेज कर रहे हैं, बैठे हुए दर्शक जो दूर दूर से देख रहे हैं, ये प्रभु राम की आप लोगों पर सौभाग्यता है जो यहाँ इस मंदिर पर आप आकर दूर दूर तक इस मैसेज को भिजवा रहे हैं कि मोदी जी ने कितना नेक और कितना ही सुगम कार्य किया है। जो लोग कह रहे थे कि ये काम होने पर यहाँ गोलियां चलेंगी, ऐसा कुछ भी नहीं है। इनके बैठने मात्र से पूरा हिंदुस्तान, पूरा विश्व, अपितु पूरा ही तीनों लोक अपने आप में राममय हो जाएगा। ये अकल्पनीय है, इसकी शोभा इतनी ज्यादा है कि हम श्री रामेश्वरम जाते हैं और श्री रामेश्वरम से मिलता जुलता मंदिर है ये, और बहुत खूबसूरत लग रहा है। और मैं आपको ये कहना चाहता हूँ, कलयुग में भी त्रेता का आनंद हमको आ रहा है और मैं पूरे भारतवर्ष के लोगों को शुभकामना देना चाहता हूँ कि ये राम राज हमारा आ गया है और इसको बना के रखें और सबको जोड़ के रखें और सबको हार्दिक शुभकामना, बहुत बहुत बधाई। हमारा मन भाव विभोर हो चुका है, आंखों से अश्रु आ रहे हैं कि आज की प्रेजेंट जनरेशन इस स्वर्णिम पल को देखने, इस स्वर्णिम पल के साक्षी बन रहा है, जिसके लिए कोठारी बंधुओं ने, जिसके लिए कार सेवकों ने इतना समर्पण और त्याग किया, बलिदान किया, वो नहीं देख पाए। लेकिन अपने आने वाले जनरेशन के लिए उन्होंने एक पत्थर रखे गए थे, आज वो पत्थर एक विशाल स्वरूप ले चुका है। मोदी ने आज कहा कि 1000 साल के बाद भी ये दिन मन में होगा पूरे आदमी का। ये लोगों के अंदर आज ये मंदिर ही नहीं, ये आज इस लोगों के अंदर दिव्य ज्योति जला गई है, एक सनातन प्रेरणा का स्रोत जगा गई है जो कि अनंत काल तक, 1000 वर्षों तक रहेगा। जैसा कि हमारे प्रधानमंत्री श्री माननीय नरेंद्र मोदी जी ने बोला, ये आने वाले अनंत काल तक ये मंदिर यहीं टिका रहेगा और ये सनातन की जागृति का एक जगह होगा जिसकी वजह से लोग इसको हमेशा याद रखें। से अब हम पटियाला जिला से, गांव लड़ौछी से और पंजाब से आए और आते समय ट्रेन में थोड़ा लेट होना पड़ा और फिर भी हमको पैदल यात्रा करते करते आज के समय सही टाइम पे दर्शन हो गए भगवान रामचंद्र जी के। बहुत हम खुश हैं दर्शन कर रहे। मैं अमेरिका से हूँ जी। हाँ जी बिल्कुल, और किसके लिए? अरे इतना बड़ा जो हमारे अमेरिका में आकर देखिए जो माहौल बना हुआ है, वहाँ पर जो एक राममय हो गया है पूरा अमेरिका, रैली चल रही हैं और जिस तरह से यहाँ पूजा की गई है मंदिरों में, उस तरह से अमेरिका में भी सबने जो है पूजा की है। तो हम लोग जो है यहाँ आना चाहते थे, तो कुछ लोग आ पाए हैं, कुछ लोग नहीं आ पाए, लेकिन यहाँ आने का जो सौभाग्य अभी प्राप्त हुआ, हम लोग बहुत आपने सोचा कि इतना जल्दी एक क्षेत्र पूरा हो जाएगा? वो राम जी जब करवाते हैं तो हो ही जाता है, राइट। और ये सब भक्तों की श्रद्धा है और हमें भी जैसे पता चला कि जितनी जल्दी इसका जो है एक प्लानिंग हुआ, जितनी जल्दी ये बन गया, दिस इज अमेजिंग। जैसे कहते हैं चमत्कार बोलते हैं, मिरेकल बोलते हैं, तो ये मिरेकल ही है और इसी चमत्कार को देखने के लिए हम लोग 7 समंदर पार से आए हैं। आई एम वेरी लकी टू बी हियर। ये 500 सालों की बस ब्लेसिंग है। आई एम वेरी हैप्पी। जय श्री राम। मन जो है तृप्त हो गया है, जन्मों जन्मों का जो है
भगवान का दर्शन कर दिया? हाँ, दर्शन कर लिए, बहुत ही खुशी हुआ. ഇത്ര മനോഹരമായ നിർമ്മിതി, ഇതൊരു ഹാളാണ്, കടന്നു വരുമ്പോഴുള്ള ഹാളാണ്. ഇതിനപ്പുറമാണ് രാമക്ഷേത്രം, അതിന്റെ ശ്രീകോവിലുള്ളത്. എൻട്രി എന്ന ഈ സ്ഥലത്താണ് ഈ ശ്രീകോവിലുള്ളത്. ഈ ഹാളൊക്കെ വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു. ചിത്രപ്പണികളൊക്കെ ഒരുപാട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാം. വളരെ പ്രധാനപ്പെട്ട രാമക്ഷേത്രമാണ്, അതിന് മുന്നിലാണ് നമ്മളുള്ളത്. രാമക്ഷേത്രത്തിന്റെ എല്ലാ തരത്തിലുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകർ കണ്ടു എന്ന് കരുതുന്നു. തൽക്കാലം ഞാനും പ്രശാന്ത് മംഗലശ്ശേരി അവസാനിപ്പിക്കുന്നു. നമസ്കാരം. रामचंद्र की प्रणाम सिया राम किया विश्व कल्याण बोलो राम सिया राम सिया राम सिया राम किया विश्व कल्याण बोलो राम सिया आया खुशियों का दिन सुहाना लौटा है अपना रामा अयोध्या फिर से सजा सुनो हो रहा है ये हल्ला बैठेंगे राम लल्ला फिर वहाँ हर 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 दर पे दिया तू जला दे चल थल सरहद पे भगवान लहरा दे आया है छाया है मन में समाया है यहाँ भी वहाँ भी जाए तू जहाँ भी गूंजे पल पल में युग युग में हर क्षण में राम हर तन में हर मन में कण कण में राम पल पल में युग युग में हर क्षण में राम हर तन में हर मन में कण कण में राम राम सिया राम किया विश्व कल्याण बोलो राम सिया राम राम सिया राम किया विश्व कल्याण बोलो राम सिया राम इस दिन के इंतजार में दशकों से ये आंखें तरस गई आएगा ये तो विश्वास था अब जो तू यहाँ लौटा है स्वागत गान गाए जिसके लिए मन में करना जिसके हाथ में है जीते भी मरते भी काम काज करते भी सुख में दुख में हर एक मुख में कर जाएगी नाम पल पल में युग युग में हर क्षण में राम हर तन में हर मन में कण कण में राम पल पल में युग युग में हर क्षण में राम हर तन में हर मन में कण कण में राम राम सिया राम किया മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. ഡൽഹിയിലെ ജനകീയ പ്രതിരോധത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ ക്ഷണിച്ചു കേരളം. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഫെബ്രുവരി 8-ന് ഡൽഹിയിൽ പ്രതിഷേധത്തിലേക്കാണ് സ്റ്റാലിന് ക്ഷണം. കേരള മുഖ്യമന്ത്രിയുടെ ക്ഷണപത്രം വ്യവസായ മന്ത്രി P. രാജീവ് ചെന്നൈയിലെത്തി തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ധനപരമായി സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന കേന്ദ്ര നയത്തെ യോജിച്ചെതിർക്കേണ്ടതാണെന്നും സ്റ്റാലിൻ പറഞ്ഞു. ബലക്ഷയം കണ്ടെത്തിയ എറണാകുളം വല്ലാർപാടം കണ്ടെയ്നർ റോഡിലെ മൂലംപിള്ളി കോതാട് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ വൈകുന്നു. തൂണുകളുടെ കോൺക്രീറ്റ് അടർന്നു വീണതോടെയാണ് പാലം അപകടാവസ്ഥയിലായത്. തുരുമ്പെടുക്കുന്ന കമ്പികളിൽ താങ്ങി നിൽക്കുകയാണ് പാലം. വല്ലാർപാടം ടെർമിനലിലേക്കുള്ള ചരക്ക് നീക്കം സുഗമമാക്കാൻ 2014-ലാണ് കണ്ടെയ്നർ റോഡ് പൂർത്തീകരിക്കുന്നത്. പ്രതിദിനം 100 കണക്കിന് കണ്ടെയ്നർ ലോറികളാണ് ഇതിലൂടെ കടന്നുപോകുന്നത്. നിർമ്മാണം പൂർത്തിയായ 2014-ലും 2018-ലും ഇതേ പാലം തകരാറിലായതാണ്. അന്ന് പാലത്തിന്റെ ഉപരിതലത്തിൽ ആയിരുന്നു കുഴപ്പമെങ്കിൽ ഇപ്പോൾ പാലത്തിന്റെ തൂണുകൾ ദ്രവിച്ച് ഇല്ലാതായ അവസ്ഥയിലാണ്. പാലത്തിന് കീഴെയുള്ള ഭൂരിഭാഗം തൂണുകളുടെയും കോൺക്രീറ്റ് ഇതുപോലെ അടർന്നു പോയിട്ടുണ്ട്. ചിലതിൽ തുരുമ്പെടുത്ത കമ്പി മാത്രമാണ് അവശേഷിക്കുന്നത്. ആശങ്കയെന്ന് പറഞ്ഞാൽ വലിയ ആശങ്ക. കാരണം വലിയ വണ്ടികളാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. വലിയ ഭാരമുള്ള വണ്ടികൾ എപ്പോൾ വേണമെങ്കിലും നിലത്ത് വീണ. കാരണം കമ്പിയിൽ മാത്രമാണ് ഇത് നിലനിൽക്കുന്നത്. വലിയ അഴിമതി ഇതിൻ്റെ അകത്തുണ്ട്. കാരണം 1200 കോടിക്ക് മുകളിൽ നടത്തിയ ഒരു വർക്കാണത്. അഴിമതി എന്ന് പറയുമ്പോൾ നമ്മളൊരു സപ്പോസ് അത് ഒരു 100 അടിയാണ് ഇതിൻ്റെ ഏറ്റവും അടിയിലേക്ക് തൂണ് പോകേണ്ടതെങ്കിൽ
ഒന്നടവിട്ട് തൂണുകൾ ഒരു പക്ഷേ 100 അടിയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അധികാരികൾ അത് കൃത്യമായിട്ട് അതിൻ്റെ നടപടികൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഒരു ജനകീയ കൂട്ടായ്മയിൽ നമുക്ക് സമരത്തെ നമുക്ക് മുന്നോട്ട് നയിക്കേണ്ടതായിട്ട് വരും. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഒരു ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തന്നെ സ്കൂൾ പിള്ളേർ എല്ലാവരും കടന്നു പോകുന്നത്. ഈ ദ്വീപ് ആൾക്കാർക്ക് പറ്റിയ സൗകര്യമുള്ള സ്ഥലമാണ്. ഇങ്ങനെ വന്ന സാധനം കീഴ്പോട്ടേ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഫില്ലറിൽ എന്ന് പറഞ്ഞാൽ കമ്പി മാത്രമേ ഉള്ളൂ. ഇപ്പം നിലവിൽ അത് പിടിച്ചാൽ പൊടിഞ്ഞു തന്നെയാണ്. അപ്പം നിലവിലത് നല്ല രീതിയിലൊന്ന് മെയിൻ്റെനിങ് ചെയ്ത് മൂലമ്പിള്ളി കോതാട് പാലത്തിന്റെ തൂണുകളുടെ അറ്റകുറ്റപ്പണി ഉടൻ നടത്തണമെന്ന് പരിശോധന നടത്തിയ വിദഗ്ധ സമിതി ദേശീയപാത അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പാലത്തിന്റെ ബലക്ഷയം കണക്കിലെടുത്ത് നിലവിൽ ഗതാഗത നിയന്ത്രണവും വേഗപരിധിയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് കരിന്തളം കോളേജിൽ അധ്യാപക ജോലി ലഭിക്കാൻ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കേസിൽ SFI മുൻ നേതാവ് കെ വിദ്യ മാത്രം പ്രതി. വ്യാജരേഖ നിർമ്മിക്കാൻ വിദ്യയ്ക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചില്ല എന്നാണ് കണ്ടെത്തൽ. ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നീലേശ്വരം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അതിൽ വിദ്യ മാത്രമാണ് പ്രതിയെന്ന് കൂടി പറഞ്ഞിരിക്കുന്നു. എന്താണ് ഇതിന്റെ ഒരു ഉള്ളടക്കം? കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും രഞ്ജിനി, ജൂൺ 27-നാണ് ഇത്തരത്തിൽ കരിന്തളം ഗവൺമെന്റ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായി ജോലി നേടാൻ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതിന് SFI മുൻ നേതാവായിരുന്ന കെ വിദ്യ അറസ്റ്റിലാകുന്നത്. ഈ മഹാരാജാസ് കോളേജിന്റെ പേരിലുള്ള വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി 1 വർഷത്തോളം ഇത്തരത്തിൽ കരിന്തളം ഗവൺമെന്റ് കോളേജിൽ വിദ്യ ജോലി ചെയ്തിരുന്നു. അധ്യാപക നിയമനത്തിനായി വ്യാജരേഖ നിർമ്മിച്ച് സമർപ്പിച്ചുവെന്നും ഇത്തരത്തിൽ നേടിയ ജോലിയിലൂടെ സർക്കാർ ശമ്പളം കൈപ്പറ്റിയെന്നുമാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ പറയുന്നത്. ഒപ്പം കേസിൽ ഏറ്റവും പ്രത്യേകത കെ വിദ്യ മാത്രമാണ് പ്രതി എന്നുള്ളതാണ്. വ്യാജരേഖ നിർമ്മിക്കൽ വിദ്യയ്ക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചില്ലെന്നുമാണ് ഈ പോലീസിന്റെ ഇപ്പോൾ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്. വ്യാജരേഖ നിർമ്മിക്കൽ, വ്യാജരേഖ സമർപ്പിക്കൽ, വഞ്ചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നീലേശ്വരം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും മറ്റാരുടെയും സഹായമില്ലാതെ സ്വന്തം മൊബൈൽ ഫോണിലാണ് രേഖ ഉണ്ടാക്കിയതെന്നും ഇതിന്റെ ഒറിജിനൽ നശിപ്പിച്ചുവെന്നുള്ള വിധിയുടെ മൊഴി ഇപ്പോൾ സമർപ്പിച്ച കുറ്റപത്രത്തിലൂടെ അതേപടി ശരിവെക്കുകയാണ് അന്വേഷണ സംഘം. മാത്രമല്ല, ഈ കേസ് വിദ്യ അറസ്റ്റിലായി 7 മാസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഇതിനെതിരെ വലിയ ആക്ഷേപം ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ഹോസ്ദുർഗ് കോടതിയിൽ നീലേശ്വരം പോലീസ് ഇത് സംബന്ധിച്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. രഞ്ജിനി, അതാണ് നീലേശ്വരം കോടതിയിൽ ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാന വിദ്യ മാത്രമാണ് ഇതിൽ പ്രതി എന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. KV ബൈജുവാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കാടിറങ്ങുന്ന വന്യത. കാട്ടാന, കടുവ എന്നിവയ്ക്ക് പിന്നാലെ കരടിയും നാട്ടിലെത്തിയതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് വയനാട്ടുകാർ. പയ്യമ്പള്ളിയിൽ വയലിലിറങ്ങിയ കാട്ടാന വ്യാപക നാശനഷ്ടം വരുത്തി. പുൽപ്പള്ളിയിൽ കൃഷിയിടത്ത് കടുവയിറങ്ങിയതിനു പിന്നാലെ തോണിച്ചാൽ പ്രദേശത്ത് കരടി കൂടി ഇറങ്ങിയതോടെ ഭീതിയിലാണ് നാട്ടുകാർ. 2 ദിവസം മുമ്പാണ് പയ്യമ്പള്ളി സെയിന്റ് കാതറിൻ സ്കൂളിന് സമീപം നെൽവയലിൽ കാട്ടാന ഇറങ്ങി വ്യാപക നാശനഷ്ടം വരുത്തിയത്. കൊയ്ത് ചാക്കിൽ കെട്ടി സൂക്ഷിച്ച 30 ചാക്കോളം നെല്ല് കാട്ടാനകൾ ചവിട്ടിമെതിച്ചു. ഇതിനിടെ ചേകാടി 2-ാം കാടിന് സമീപം ബൈക്ക് യാത്രികർക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. പുറകെ വന്ന യാത്രക്കാർ ഹോണടിച്ചതിനാൽ കാട്ടാന പിന്മാറി. തലനാരിഴയ്ക്കാണ് ബൈക്ക് യാത്രികർ രക്ഷപ്പെട്ടത്. പുൽപ്പള്ളി സീതാമൗണ്ട് ജനവാസ കേന്ദ്രത്തിലെ സ്വകാര്യ കൃഷിയിടത്തിൽ കടുവയെ കണ്ടതോടെ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. കടുവയുടെ ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ വനം വകുപ്പ് മേഖലയിൽ തെരച്ചിൽ നടത്തി. പക്ഷേ കടുവയെ കണ്ടെത്താനായില്ല. ഈ പ്രദേശം എന്ന് പറയുന്നത് വളരെ ജനവാസ കേന്ദ്രമാണ്. ആ മേഖലയിൽ കടുവകളുടെ സാന്നിധ്യം കാണുകയും എന്നാൽ അതിനെതിരെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരെ വിളിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിലും നമ്മുടെ RRT ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ കടുവ കണ്ട പ്രദേശം മുഴുവൻ തെരച്ചിൽ നടത്തിക്കൊണ്ട് ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായി RRT ടീമങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൂട്ടായി തെരച്ചിൽ നടത്തിക്കൊണ്ട് ഈ കടുവയെ ഇവിടെ തിരുത്തുന്ന നടപടികളുണ്ടാവണം. അതിനപ്പുറത്ത് നമ്മുടെ കടുവയെ പിടികൂടാനുള്ള കൂടുകൾ സ്ഥാപിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്.
കഴിഞ്ഞ ദിവസം കരടിയെ കണ്ട വള്ളിയൂർക്കാവ് റോഡിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ തോണിച്ചാലിൽ കരടി ഇറങ്ങിയ CCTV ദൃശ്യം പുറത്തു വന്നിരുന്നു. പ്രദേശവാസികൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയ വനംവകുപ്പ് മേഖലയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിന് അടിയന്തര പരിഹാരമുണ്ടാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്. നാഷണൽ ഹൈവേ 66-ൽ പണി പൂർത്തിയാകുന്ന ഭാഗങ്ങൾ ഉടൻ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ദേശീയപാത വികസനം മുഴുവൻ കഴിയാൻ കാത്തു നിൽക്കില്ല. പൂർത്തീകരിച്ച ബൈപ്പാസുകളും പാലങ്ങളും സ്ട്രെച്ചുകളും നാടിന് വേഗത്തിൽ സമർപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രവൃത്തിയും പൂർത്തീകരിക്കുന്നവരെ കാത്തു നിൽക്കാതെ പൂർത്തീകരിച്ച ഉടനെ തന്നെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനാണ് ഇപ്പം നിശ്ചയിച്ചിട്ടുള്ളത്. കേരളത്തിലെ പല ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാവുന്ന അങ്ങാടികളിലും ഇപ്പോൾ ബൈപ്പാസുകളും പാലങ്ങളും ഇതിന്റെ ഭാഗമായി ഉടനെ തന്നെ നാടിന് സമർപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെ ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ ചിരകാല സ്വപ്നം ദേശീയപാത വികസനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി 2025 പൂർത്തീകരിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇഡിക്ക് തോമസ് ഐസക്കിന്റെ മറുപടി. മസാല ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്വമില്ല. മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണ് തീരുമാനമെടുത്തത്. തനിക്ക് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്വം മാത്രമെന്നും ഇഡിക്ക് നൽകിയ മറുപടിയിൽ തോമസ് ഐസക് പറയുന്നു. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവയ്ക്കും. ഡാനി, എന്തായാലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ ഇഡി വിളിപ്പിച്ച സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മറുപടി പറയുമ്പോൾ അതിൽ പറയുന്നത് തനിക്ക് മാത്രമായി ഉത്തരവാദിത്വമില്ല, മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ചെയർമാനായിരുന്നത്, ഔദ്യോഗികമായി ധനമന്ത്രി എന്ന ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ് താൻ ചെയ്തതെന്നാണ് ഐസക് പറയുന്നത്. എങ്ങനെയാണ് കാണേണ്ടത്? രഞ്ജിനി, ഇതിൽ സാങ്കേതികമായ രീതിയിലുള്ള ഒരു വിശദീകരണം, അതായത് കിഫ്ബി ഇത്ര അംഗങ്ങളുള്ള ഇത്ര ആളുകളുണ്ട്, ഒരു കൂട്ടായ തീരുമാനം ആണ് ഇത് എടുക്കുന്നത്, ഒരിക്കലും തന്നിലേക്ക് മാത്രം ഈ നോട്ടീസ് ചുരുങ്ങുന്നു, അത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് അതിൽ കിഫ്ബി ബോർഡ് സംബന്ധിയായ കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ളൊരു വ്യക്തതയോടുകൂടിയാണ് ഇപ്പോൾ തോമസ് ഐസക്ക് മറുപടി നൽകിയിരിക്കുന്നത്. നേരത്തെ ഇപ്പം നമുക്കറിയാം 4ാമത്തെ നോട്ടീസാണ് ഇത് തോമസ് ഐസക്കിന് വരുന്നത്. ആദ്യ 2 നോട്ടീസുകൾക്ക് മറുപടി ഹൈക്കോടതിയിലേക്ക് ചെല്ലുകയും തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും എന്നെല്ലാം തന്നെ വിശദീകരിച്ചുകൊണ്ട് ഹൈക്കോടതിയും അത് ശരിവെച്ച സാഹചര്യത്തിൽ ഇഡിക്ക് നോട്ടീസ് മടക്കേണ്ടി വന്നു. അതിനുശേഷം അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി പറഞ്ഞ സാഹചര്യത്തിൽ വീണ്ടും ഈ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അതിൽ 2ാമത്തെ നോട്ടീസിനാണ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. നിയമവിദഗ്ധരുമായി ആലോചിച്ച് മറുപടി നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് 7 പേജുള്ള മറുപടി തോമസ് ഐസക് നൽകിയിരിക്കുന്നത്. അതിൽ വ്യക്തമാക്കുന്നത് കിഫ്ബി എന്ന അതിൻ്റെ ഒരു സിസ്റ്റത്തെക്കുറിച്ചാണ്, ആ രീതിയെക്കുറിച്ചാണ്, അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൽ അതിൽ ഒരാളുടെ മാത്രം ഒരു തീരുമാനമല്ല. തനിക്ക് നോട്ടീസ് തുടർച്ചയായി വരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ മറുപടി നൽകുന്നത്. 17 അംഗങ്ങൾ ഇതിലുണ്ട്, മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ ഒരു അധ്യക്ഷനായി വരികയും ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളാണ് വിശദീകരിച്ചിട്ടുള്ളത്. തോമസ് ഐസക് ഈ സാങ്കേതികമായ അവർക്ക് മുന്നിലേക്ക് ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് മറുപടി നൽകിയിരിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം നിലനിൽക്കും എന്നതാണ് ഇനി അറിയേണ്ടത്. അതുമാത്രവുമല്ല, ഇഡി അടുത്തൊരു നീക്കം നടക്കുന്നതായാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇഡി ഈ കാര്യങ്ങൾ തോമസ് ഐസക് പൊതുവെയും ഈ ഇഡിയുടെ നടപടികളോട് നിരാകരിക്കുകയാണ്, ഇഡിയുടെ നടപടികളോട് സഹകരിക്കുന്നില്ല. തങ്ങളൊരു അന്വേഷണ ഏജൻസിയാണ്, അതിനോട് ഒരു സഹകരണവും കാണിക്കുന്ന രീതിയിലല്ല തോമസ് ഐസക് നാളിത്ര കാലവും മുന്നോട്ട് പോകുന്നതെന്നാണ് ഇഡി വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇഡിയും സമാനമായ രീതിയിൽ തന്നെ ഹൈക്കോടതിയിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയാണ് വളരെ സജീവമായി നിലനിൽക്കുന്നത്. കാരണം കോടതിക്ക് മുന്നിലേക്ക് തോമസ് ഐസക്കും എത്തും എന്ന് തന്നെ ഇഡിയും കണക്ക് കൂട്ടുന്നു. തോമസ് ഐസക്ക് കോടതിയിലേക്ക് എത്തുമ്പോൾ ആ ഒരു സാവകാശം തോമസ് ഐസക്കിന് ലഭിക്കും. അതേ മാതൃകയിൽ തന്നെ കോടതിയിലേക്ക് എത്തുകയും ഈ കാര്യങ്ങൾ തന്നെ നിലവിൽ മസാല ബോണ്ട് വിഷയത്തിൽ വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചതിന് ഇഡി സമാഹരിച്ചിട്ടുള്ള ഇഡിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കോടതിക്ക് മുൻപാകെ അവതരിപ്പിക്കാനും ഇഡി ലക്ഷ്യമിടുന്നുണ്ട്. ആ രീതിയിലേക്ക് ഇഡിയും തോമസ് ഐസക്കും ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ മറുപടിയും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. പ്രഭാത കേരളത്തിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി